ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് പാനിലോട്ട് തക്കാളി ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തൈരും ചേർത്തിട്ട് കുറച്ച് വെളുത്തുള്ളി അല്ലിയൊക്കെ ചേർത്ത് നല്ല കിഡിലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം വായോ. അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ആ പാൻ ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 3 തക്കാളി എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കമത്തി വെച്ച് കൊടുക്കാവേ അതിനകത്തേക്ക്. ഇനി അതിലേക്ക് ഒരു അരക്കപ്പോളം തൈരാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. തൈര് നല്ല പുളി കുറഞ്ഞ തൈര് നോക്കി എടുക്കണം. പുളിയുള്ള തൈര് നോക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പുളി ഇല്ലാത്ത തൈര് നോക്കി അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ തൈര് ഈ ചൂട് പാനിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകൂലേ എന്നൊക്കെ ചോദിക്കുന്നവരോ ഇങ്ങനെ ഒഴിക്കുമ്പോൾ പിരിഞ്ഞ പോലെ തോന്നുമെങ്കിലും ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ നാണ്ട ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ആ തൈരിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സ്റ്റേജ് വരെ ഒന്ന് വയറ്റണം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും ചേർക്കാം കേട്ടോ. അപ്പൊ ഞാൻ കാശ്മീരി ചേർത്തതാണ്, ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ദാണ്ട കണ്ടോ, വെള്ളമൊക്കെ വറ്റി പാനിലൂടെ അങ്ങ് ഒട്ടിപ്പോയിട്ടുണ്ട്. പാനിലേക്ക് അങ്ങ് ഒട്ടിപ്പോയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം. അപ്പൊ ഈ ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇത് കുറച്ചു നേരം അവിടെ നിന്ന് തണുത്തൊക്കെ വരട്ടെ. അപ്പം ഇത്രേ ഉള്ളു കാര്യമായിട്ടുള്ള പരിപാടികള്. അപ്പൊ ഇനി തണുത്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് വന്നപ്പോഴേക്കും ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്ത് പറയാ, ആ പാനില് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മൊത്തം ഇങ്ങനെ നല്ല പോലെ വടിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് വടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ പാനിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ അതാണ്ട് നല്ല പേസ്റ്റ് കണക്കിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞു താളിപ്പും കൂടെ വേണം. അപ്പൊ അതിനു വേണ്ടി അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു അരച്ച് വെച്ചേക്കുന്ന മിക്സും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ ഒരല്പം മാത്രം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിന്റെ ഒക്കെ എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. പക്ഷെ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ, അപ്പൊ വലിയ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ അതാണ് ഇത്രയും വെള്ളം ചേർത്ത് വളരെ കുറച്ച് മാത്രം വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്, നോക്കിയപ്പോ എനിക്ക് പാകമാണ് കേട്ടോ. അപ്പൊ ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതാണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് ചട്നിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്, പക്ഷേങ്കിൽ പൊള്ളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. അപ്പോഴേതാണ്ട് നമ്മുടെ അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ദോശേൻ്റെ കൂടെയോ ഇഡ്ഡലിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ആണ്. ഞാൻ ദോശയുടെ കൂടെ ആട്ടോ കഴിച്ചത്. അപ്പം ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചട്നിയാണ്. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.